കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഒളിമ്പിക് റണ്ണിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗവർണറെയും ദേശീയ ഗാനത്തെയും അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയെന്ന ആരോപണവുമായി മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ രംഗത്ത് വന്നിരുന്നു. കമ്മീഷണർ സിനിമയിലെ പോലീസ് ഓഫീസറാണ് താൻ ഇപ്പോഴും എന്ന ധാരണയിലാണ് സുരേഷ് ഗോപിയെന്നും ജനപ്രതിനിധിയാണെന്ന തോന്നൽ ഉണ്ടായിട്ടില്ലെന്നും വി ശിവൻകുട്ടി അന്ന് പരിഹസിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ഭരത്ചന്ദ്രനെയാണ് ആവശ്യമെങ്കിൽ താൻ ഭരത്ചന്ദ്രനായി തന്നെ പെരുമാറുമെന്ന് സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കുകയാണ്. കമ്മീഷണർ എന്ന സിനിമ ചെയ്യുന്നത് വരെ ജീവിതത്തിൽ പോടാ എന്നൊരു വാക്ക് പോലും മറ്റാർക്കെതിരെയും ഉപയോഗിച്ചിരുന്നില്ല. ചെയ്യാത്ത തെറ്റിന് എന്നെ കൊല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ എന്നും സുരേഷ് ഗോപി പറയുന്നു. സഹപ്രവർത്തകരും കൂട്ടുകാരും ചേർന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. എന്റെ തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല, അവരോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ഇനിയും അങ്ങനെ തന്നെയാണ്. അന്ന് നടന്നതും അത് മാത്രമാണ്. അത് പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സുരേഷ് കുമാർ, ആഹാ അവൻ അങ്ങനെ പറഞ്ഞു, അവൻ നായരാണെന്നൊന്നും ഞാൻ നോക്കില്ല, ഇവിടെ വാടാ അടി അവനെ എന്ന് പറഞ്ഞ മഹാനാണ് ഇന്നീ സംസ്ഥാനം മുഴുവൻ എന്റെ ഇരട്ട സഹോദരനായി അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ എന്നും അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുരേഷ് ഗോപി പറയുന്നു. അന്ന് റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോൺ എടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് നിന്നും കമ്മീഷനിലൂടെ ഞാൻ പരിണമിച്ചു എങ്കിൽ ഇന്ന് സുരേഷ് കുമാർ എന്നെ തല്ലാൻ ആളുകളെ വിട്ടാൽ ആ ആളുകളെയും ഞാൻ തല്ലി ഓടിക്കും. മാത്രമല്ല സുരേഷ് കുമാറിന്റെ നെഞ്ചും ഞാൻ ഇടിച്ചു തകർക്കും. അതിലേക്ക് എന്നെ വളർത്തിയത് രഞ്ജി പണിക്കരുടെ പേനയും ഷാജിയുടെ കയ്യിലിരിപ്പുമാണ്. എതിർ രാഷ്ട്രീയക്കാർക്ക് എന്നെ ചെറുതാക്കുന്നത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ കാണുന്ന സുരേഷ് ഗോപി അല്ല യഥാർത്ഥ ആൾ എന്ന ആരോപണം വരുന്നതിന് പിന്നിൽ. ഞാൻ എന്തല്ല എന്നത് വലുതാക്കി കാണിച്ച് എന്നെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ എന്നെ ജയിപ്പിച്ച ദൈവം അവർക്ക് രാഷ്ട്രീയമേ ഇല്ലെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കമ്മീഷണറിലെ ഭരത്ചന്ദ്രനാണ് ജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഭരത്ചന്ദ്രനായി ജീവിച്ച് ഭരത്ചന്ദ്രനായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ഭരത്ചന്ദ്രനായി തന്നെ മരിക്കും എന്ന വാക്ക് നൽകുകയാണ്. എൻ്റെ ഉത്തരവാദിത്വവും സാമൂഹികമായ കടമകളുമൊക്കെ എനിക്കറിയാം. എന്നാലും എൻ്റെ വ്യക്തിത്വത്തിന് ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ്. നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും അച്ചടക്കത്തോടെ നിൽക്കേണ്ടി വരുന്നു എന്നത് എൻ്റെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിച്ച ഒരു കാര്യമാണ്. അക്കാരണത്താൽ തന്നെ സ്വത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടാനായി കാത്തിരിക്കുന്നു. ഇക്കാര്യം ഞാൻ ആത്മാർത്ഥമായി മോഹൻലാലിനോടും രഞ്ജിത്തിനോടും ഫോണിൽ പറഞ്ഞിരുന്നു. എൻ്റെ അച്ചടക്കവും നിഷ്ഠകളും മുൻചുണ്ടിയും എൻ്റെ പാർട്ടി നേതാക്കൾക്കെല്ലാം അറിയാം. മോദിജി തന്നെ എന്നോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അസാധ്യമാണ്. കാരണം ഞാൻ ഇതാണ്, ഇങ്ങനെയല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന് എനിക്ക് 5 മക്കളെ സമ്മാനിച്ച ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം എനിക്കെതിരെ ഉണ്ടായി. അന്നാണ് ലോകമെമ്പാടുമുള്ള സ്ത്രീപക്ഷത്ത് നിന്ന് ഇത്രയും ശക്തമായി എന്റെ പിന്നിൽ അണിനിരുന്നത്. എന്റെ ജീവിതത്തിൽ പല വിഷയങ്ങൾ ഉണ്ടായപ്പോഴും മോഹൻലാൽ എന്ന മനുഷ്യൻ വിളിച്ചിട്ടുണ്ട്. സുരേഷ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക. ഞാനൊരു കുഴിയിലാണെന്നായിരുന്നു ഞാൻ അദ്ദേഹത്തിന് നൽകിയ മറുപടി. ഈ കുഴിയിൽ നിന്നും ഞാൻ കയറി വരും, പക്ഷേ നിങ്ങൾക്കതിനായെന്ന് വരില്ല. ഈ കുഴിയിലേക്ക് ഇറങ്ങരുതെന്നും ഞാൻ അദ്ദേഹത്തോട് വ്യക്തമാക്കിയിരുന്നുവെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ വരുന്നതിന് ഞാൻ തന്നെയാണ് വിലക്കിയത്. ഈ പരിഹാസം ഏറ്റുവാങ്ങാൻ അവരൊരു പാപവും ചെയ്തിട്ടില്ല. എന്നിട്ടും അവർ പിന്തുണച്ചിട്ടുണ്ട്. അവരുടെ ആ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അവരുടെ സിനിമാ ജീവിതം തകർത്ത് കളയുന്ന ഒരു സംവിധാനം മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അതിന്റെ അവസാനം തുടങ്ങിക്കഴിഞ്ഞു. ജീവത്യാഗം ചെയ്യേണ്ടി വന്നാലും ശരി തന്നെ അത് ഒടുക്കിയിരിക്കും. സിനിമയിൽ ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയ ആളാണ് ഞാനെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുരേഷ് ഗോപിയുടെ ഈ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയതും.